അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുവെഴുത്തുകളിൽ നിന്നും നമുക്ക് കൂടുതലായ അറിവും ഉറപ്പും ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം കൃത്യമായ വിധത്തിൽ നമുക്ക് പരിശോധിച്ച് പല വിഷയങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം യെശയ്യാ പ്രവചനം 61-ന്റെ 2-ാം വാക്യമാണ് പ്രധാനമായിട്ടും ചിന്താവിഷയം ആയിട്ടെടുക്കുന്നത്. യഹോവയുടെ പ്രസാദവർഷം, പ്രതികാര ദിവസം എന്ന് പറയുന്ന ആ വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും യേശുക്രിസ്തുവിനെ ഒന്നാമത് ദൈവം അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കറിയാം. രക്ഷ ആദ്യം യഹൂദനും പിന്നെ യഹൂദർ അല്ലാത്തവർക്കുമാണ്. അതുകൊണ്ടാണ് യഹൂദ ജാതിയുടെ അടുക്കിലേക്ക് യേശുവിനെ അയച്ചിരിക്കുന്നത്. യഹോവയുടെ പ്രസാദവർഷം, പ്രതികാര ദിവസം, 2 കാര്യങ്ങൾ പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ് കർത്താവിനെ അയച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷെ കർത്താവിൻ്റെ പ്രസംഗ വേളകളിലൊക്കെ ഈ പ്രതികാര ദിവസത്തെക്കുറിച്ച് വളരെ മൗനമായിട്ട് തന്നെയാണ് കർത്താവ് ഇരുന്നിട്ടുള്ളത്. പ്രസാദവർഷത്തെ കുറിച്ചാണ് ഇസ്രായേലിനോട് കൂടുതലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രസാദവർഷം എന്ന് പറയുന്നത്? യേശുക്രിസ്തു ലോകരക്ഷിതാവായിട്ടല്ലേ വന്നിരിക്കുന്നത്? യഹൂദനുമായി മാത്രമായിട്ടാണോ ഈ പ്രസാദം? അല്ല. യേശുക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. നമ്മളിപ്പോൾ ഉടനെ തന്നെ ക്രിസ്തുമസൊക്കെ ആചരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള സർവ മനുഷ്യർക്കും സന്തോഷം ഉദിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ഇതിൽ ചില കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് യഹൂദനെ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ദൈവത്തിന് പക്ഷാഭേദമൊന്നും ഉണ്ടായിട്ടല്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്നാണ്. അപ്പം ആ മഹാസന്തോഷം നിവൃത്തിപഥത്തിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളുടെ ക്രമീകരണത്തിനായിട്ട് ഒരു ജനത്തെ ദൈവം വേർതിരിച്ചു എന്നേ ഉള്ളൂ. അത് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ആ ജാതിയാണ്. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയിലേക്ക് ഒരു നിശ്ചിത കാലഘട്ടം ദൈവം അനുവദിച്ചു എന്നാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക വഴി അവർക്ക് ക്രിസ്തുയേശുവിൻ്റെ സഭയിലേക്ക് പ്രവേശിക്കുവാൻ 7 വർഷം നിശ്ചയിച്ചു എന്നാണ്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുമ്പോൾ നിന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചവട്ടമാണ് യഹോവയുടെ പ്രസാദവർഷം. അത് AD 29 ആരംഭിക്കുകയും AD 36 അവസാനിക്കുകയും ചെയ്തു.
അപ്പോൾ ഈ പ്രസാദവർഷകാലത്ത് ഇസ്രയേൽ മുഴുവനായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. 3.5 വർഷത്തെ കാലയളവ് കൊണ്ട് അവരുടെ വിളി അവസാനിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്ത് പ്രവർത്തനമാണ് ഉണ്ടായത്? അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അവർ ക്രിസ്തുവേശുവിൽ ഒരു ജാതി എന്നോണം വിശ്വാസം അർപ്പിച്ചില്ല. അതിൻ്റെ പേരിൽ ആ പ്രസാദം അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആ പ്രസാദത്തിൻ്റെ ബാക്കി ഭാഗം ദൈവം ജാതികൾക്ക് നൽകി. ഇപ്പോൾ ഇസ്രായേല് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ യഹോവ ഒരു കോപദിവസം അവർക്കായി നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പ്രതികാര ദിവസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഇതിൻ്റെ സമയം ആരംഭിക്കുന്നത് അന്ത്യകാലത്താണ്. ദാനിയേൽ പ്രവചനത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നു. ദാനിയേലി ഈ പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും വച്ചേക്കുക എന്ന് പറഞ്ഞു. അന്ത്യകാലത്ത് പലരും ശോധന ചെയ്യുകയും അവർ സത്യം കണ്ടെത്തുകയും ചെയ്യും എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ അന്ത്യകാലം എന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാണ് അന്ത്യകാലം? യഥാർത്ഥത്തിൽ കാലത്തിന് അന്ത്യമില്ല, കാര്യങ്ങൾക്കാണ് അന്ത്യം. അന്ത്യകാലം എന്ന് പറഞ്ഞ കാലം അങ്ങനെയില്ല, കാര്യങ്ങളുടെ അന്ത്യമാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അന്ത്യകാലമെന്ന് കർത്താവ് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവേല ആരംഭിച്ച സമയം മുതലാണ് അന്ത്യകാലം. ആ പുത്രൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ത്യകാലത്ത് നിന്നുകൊണ്ടാണ്. അപ്പൊ എന്തിൻ്റെയാണ് അന്ത്യം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്ന് കർത്താവ് തന്നെ പറയുന്നു. അപ്പൊ ന്യായപ്രമാണ യുഗത്തിൻ്റെ അന്ത്യമാണ് അന്ത്യകാലമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ന്യായപ്രമാണ യുഗം അവസാനിച്ചാൽ ആരംഭിക്കുന്ന യുഗത്തിന് സുവിശേഷ യുഗമെന്നാണ് പേര്. അവിടെ മുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആണ് പ്രചരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അന്ത്യകാലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ അന്ത്യകാലം എന്നാണ് അവസാനിക്കുന്നത്? അത് അവസാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതോടുകൂടിയാണ് അന്ത്യകാലവും അവസാനിക്കുന്നത്. അപ്പം അവിടെ മുതൽ പിന്നെ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടമായിരിക്കും. നമ്മൾ വേദപുസ്തകം കൃത്യമായിട്ട് പഠിക്കുമ്പോൾ 3 വ്യവസ്ഥാകാലങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും. 3 വ്യവസ്ഥാകാലം, ദൈവം മനുഷ്യരോട് ഇടപെടുന്ന 3 കാലഘട്ടങ്ങൾ. ഒന്ന് ആദാമിൻ്റെ സൃഷ്ടി മുതൽ ജലപ്രളയം വരെ, അതൊരു കാലഘട്ടമാണ്. 1656 വർഷമാണ്. ജലപ്രളയം മുതൽ ക്രിസ്തുവിൻ്റെ 1-ാം വരവ് വരെയുള്ള കാലം, അതിന് ഇന്നുള്ള ലോകമെന്നാണ് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത്. അന്നുള്ള ലോകം ജലപ്രളയത്താൽ നശിച്ചു. ഇന്നുള്ള ലോകം, ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്നെല്ലാം വേദപുസ്തകം അതിനെക്കുറിച്ച് വ്യവഹരിക്കുന്നുണ്ട്. ഈ ദുഷ്ടലോകത്തിൻ്റെ പരിസമാപ്തി കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ആരംഭത്തിൽ ഈ ദുഷ്ടലോകത്തിൻ്റെ കാലം അവസാനിക്കും. പിന്നീട് ഉള്ള കാലത്തെ
വരുവാനുള്ള ലോകമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതെല്ലാം തെളിയിക്കുന്ന വാക്യങ്ങളൊന്നും എടുത്ത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ലോകം, ഇപ്പോഴത്തെ ദുഷ്ടലോകം, വരുവാനുള്ള ലോകം. വരുവാനുള്ള ലോകത്തിന്റെ പേരാണ് ദൈവരാജ്യം. നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലോകം. അപ്പൊ നമ്മൾ ഈ 3 വ്യവസ്ഥാ കാലങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതികൾ എങ്ങനെ നിറവേറുന്നു എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നാം ദൈവരാജ്യവുമായിട്ട് എത്ര അകലത്തിലാണ് നിൽക്കുന്നതെന്ന്. വേദപുസ്തകത്തിൻ്റെ നിവൃത്തികളെല്ലാം യഹൂദജാതി യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അവർക്ക് സംഭവിക്കാനുള്ള കാര്യം ആ ശിക്ഷ അവർക്ക് നടപ്പാക്കുക, ആ ശിക്ഷ അവർക്ക് അനുഭവിക്കുവാൻ ഒരു അവസരം ദൈവം ഒരുക്കുകയാണ്. എന്തിനാണ് ശിക്ഷ? അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലുള്ള ശിക്ഷയാണ്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ആരാധിക്കുകയും അവർക്ക് ധൂപം കാട്ടുകയും ബലിയർപ്പിക്കുകയും എല്ലാം ചെയ്തു ഇസ്രായേൽ. അപ്പോൾ അവർക്ക് യഹോവ വലിയ ഒരു നാശം അവർക്ക് വരുത്തി. BC 606 അവരുടെ ആരാധനാക്രമങ്ങളും അവരുടെ ആലയവും തകർക്കപ്പെട്ടു. അത് യഹോവയുടെ ദിവസമെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ അറിയപ്പെടുന്നു. യഹോവയുടെ മഹാകോപ ദിവസം. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. പ്രവാചക പുസ്തകങ്ങളിലെല്ലാം യഹോവയുടെ മഹാകോപ ദിവസത്തെ കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ക്രിസ്തുവേശുവിൽ കൂടി മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന രക്ഷയെ യഹൂദജാതി ഒന്നടങ്കം തള്ളിക്കളഞ്ഞപ്പോൾ ആ ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ശിക്ഷാ നടപടി ദൈവം തീരുമാനിച്ചു. അതിനെക്കുറിച്ചാണ് പ്രതികാര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതികാര ദിവസത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് യഹൂദജാതിക്ക് നേരിട്ടത് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ഈ ശിക്ഷയുടെ പേരിൽ ഇസ്രായേലിന് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചും അത് ആ അനുഭവങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളിലോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇസ്രായേല് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവർ അടയാളം ചോദിക്കുന്നു. എന്തിനാ അടയാളം? യേശുക്രിസ്തു വന്നിരിക്കുന്നു യേശുക്രിസ്തു തന്നെയാണെന്ന് തെളിവാക്കുന്നതിനുള്ള അടയാളങ്ങൾ അവർ ചോദിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ഇതിൽ മുഖ്യ പങ്കുകാരാണ്. അതിൽ സാമാന്യ ജനങ്ങളായ ഇസ്രായേലിന് മാത്രമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നത്. അപ്പം ഈ വന്നിരിക്കുന്നത് യേശുക്രിസ്തു ആണോ എന്ന് തെളിയിക്കുവാൻ അവർക്ക് അടയാളം വേണം എന്നാണ് അവർ പറയുന്നത്. യേശു എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളം വീഞ്ഞാക്കി, രോഗികളെ സൗഖ്യമാക്കി, മുടന്തന്മാർക്കും കുരുടന്മാർക്കും ഒക്കെ കാഴ്ചയും സൗഖ്യവും കൊടുത്തു. ഇതൊന്നും പോരാ, യേശു ദൈവപുത്രനാണ്, ഈ വന്നിരിക്കുന്നത് യേശുവാണ് എന്ന് അംഗീകരിക്കാൻ അവർ ബാഹ്യമായ കൂടുതൽ തെളിവുകൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ആകാശത്തു നിന്നൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16-ന്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് അറിയാൻ പറ്റും. പരീശന്മാരും സദൂക്യരും അവൻ്റെ അടുക്കൽ വന്നു, ഗുരു, ആകാശത്തു നിന്നൊരടയാളം കാണിക്കണം എന്ന് പറഞ്ഞു.
എന്തിനാ അടയാളം? ആകാശത്തു നിന്നുള്ള അടയാളം ചോദിക്കുന്നത് എന്താ? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വർഗീയമായ ഒരു അടയാളം കിട്ടണം, അതാണ് അവരുടെ ആഗ്രഹം. ആ ഭാഗം ഒന്ന് വായിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെ. യേശു ദൈവപുത്രനാന്നുള്ളതിൻ്റെ ഒരു സ്പഷ്ടവും പ്രകടമായ ഒരു അടയാളം കിട്ടിയാൽ അവർക്ക് വിശ്വസിക്കാമെന്നാ അവർ കരുതിയിരിക്കുന്നത്. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കെ വന്നു ആകാശത്തു നിന്നും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലല്ലോ. ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അടയാളം യോനായുടെ അടയാളമേ ഉള്ളൂ എന്ന്. കർത്താവ് ഞാൻ ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കാനായിട്ട് ആകാശത്തു നിന്ന് ഒരടയാളവും അപ്പോൾ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചില്ല. യോനയുടെ അടയാളമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് യോനയുടെ അടയാളം? ലൂക്കോസ് 11:29 അതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. യോനായെ ദൈവം നിനവയിലേക്ക് പ്രസംഗിക്കാൻ അയച്ചു. യോന തർശീസിലേക്ക് കപ്പൽ കയറി. പക്ഷേ യഹോവ തീരുമാനിച്ചതുപോലെ തന്നെ യോനായെ നിനവയിൽ തന്നെ എത്തിച്ചു. യോന ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് മത്സ്യം യോനയെ നിനവയിൽ എത്തിക്കുന്നു. യോന അവിടെ പോയി പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൻ്റെ ഫലമായി നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, യേശുക്രിസ്തു യോനയിലും വലിയവനാണെന്ന് പറയുന്നു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? യോനയിലും വലിയവനായ എൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും എന്ന് തെളിയിക്കാനാണ് കർത്താവ് അത് പറഞ്ഞത്. നിനവേക്കാർ മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവർക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവ് കിട്ടി. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. അപ്പൊ ഈ ശിക്ഷ ഇവർക്ക് എന്ന് നടപ്പാകും എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ആലോചിക്കും. ഈ ശിക്ഷാകാലം നടപ്പാക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഒരു സംഭാഷണമുണ്ട് കർത്താവും ശിഷ്യന്മാരും തമ്മിൽ. അവിടെ ചോദിക്കുന്നു, ഗുരു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കും. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിനു മുമ്പായിട്ട് തന്നെയുള്ള ഒരു സംഭാഷണം. യെരുശലേമിൻ്റെ പണി കാണിച്ചു കൊടുക്കുന്നു, എത്ര മനോഹരമായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ യെരുശലേമിന് ഒരു നാശമുണ്ടാകുമോ? യെരുശലേമിലേക്ക് യേശുക്രിസ്തു രാജാവായി പ്രവേശിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ശിഷ്യന്മാരുടെ മനസ്സിലും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് പറഞ്ഞു. അവരുടെ പ്രതീക്ഷ ആകെ തകർന്നുപോയി. യഹൂദന്മാരായ തൻ്റെ ശിഷ്യന്മാരുടെ പ്രതീക്ഷ എന്തായിരുന്നു? യേശുക്രിസ്തു ഉടൻ തന്നെ രാജാവാകും, റോമൻ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിതരാക്കും. അപ്പോൾ അവൻ്റെ രാജ്യത്തിൽ മന്ത്രിമാരായിരിക്കാം, ഭരണത്തിൽ ഏർപ്പെടാം, അങ്ങനെ ഒരു ശാന്തി ഇസ്രായേലിന് കൈവരും എന്നുള്ളതായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ മറുപടി ഇതിനെല്ലാം വിരുദ്ധമായിരുന്നു. ഇത് കല്ല് കല്ലിന്മേൽ ശേഷിക്കില്ല. അതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികളുടെ കൈയാൽ പീഡിപ്പിക്കപ്പെടുകയും അവനെ ക്രൂശിക്കുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞിരുന്നതിൻ്റെ
അർത്ഥം പൂർണ്ണമായി ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല. അവരൊന്നും ഗ്രഹിച്ചില്ലെന്ന് എഴുതിയിരിക്കുന്നു. അതെല്ലാം ഒരു മായ പോലെ അവർക്ക് തോന്നിയത് മാത്രം. അവർക്ക് അതല്ലായിരുന്നു പ്രതീക്ഷ. അപ്പം ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കുകയില്ല. അപ്പോൾ അടുത്ത സംശയം, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം. രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. യെരൂശലേമിന്റെ നാശം എപ്പോൾ സംഭവിക്കും, പിന്നെ നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം. ഈ ലോകാവസാനം എന്ന് ഉള്ള വാക്ക് അത് പല വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, ലോകത്തിന് അവസാനമുണ്ട്, നാം അധിവസിക്കുന്ന ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരവസാനമുണ്ട് എന്നുള്ള ആശയങ്ങൾ വച്ചുപുലർത്തിക്കൊണ്ട് പലരും സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ലോകാവസാനമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ദി എൻഡ് ഓഫ് ദി ഏജ് എന്ന, യുഗത്തിൻ്റെ അവസാനം എന്നാ പറഞ്ഞിരിക്കുന്നത്. യുഗാവസാനം, നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്ന്. ശിഷ്യന്മാർ എന്ത് സംശയം വെച്ചാണ് ഇവിടെ ഈ വരവിൻ്റെ അടയാളം ചോദിക്കുന്നത്? പിന്നീട് സംഭവിക്കാനുള്ള ക്രിസ്തുവിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ സംശയം ഉണ്ടായി. ഇത് യേശു ക്രിസ്തു തന്നെയാണ്, ഇത് തന്നെയാണ് യേശു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാനാണ് അടയാളം ചോദിക്കുന്നത്. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം. അതിന് കർത്താവ് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പം ഇസ്രായേലിൻ്റെ ഈ പ്രതികാര ദിവസം എന്ന് പറയുന്ന ആ മഹാസംഭവം അത് പൂർണ്ണമായി നടപ്പാക്കിയത് AD 70 അവരുടെ പ്രതികാര ദിവസം ആരംഭിച്ചത് AD 70. 66 മുതൽ അതിൻ്റെ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു. യെരൂശലേമ്യ നാശത്തിൻ്റെ ആ പൂർണ്ണ രൂപം പ്രാപിക്കുന്നതുവരെയുള്ള ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു. രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം അവിടെ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ലോകജാതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. യഹൂദജാതിയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിവരണങ്ങളൊന്നും യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലേക്ക് വിരൽ ചൂണ്ടുന്നതായ കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുന്ന പക്ഷം യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് സൂചിപ്പിക്കുവാൻ ഈ 3 അധ്യായങ്ങളിലും 2 വാക്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സംഭവ വികാസങ്ങളും ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദ ജാതിയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് കൃത്യമായ തെളിവുകളും രേഖകളും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അനേകരും ഈ മത്തായി 24 പറയുന്ന ഈ വരവ് അത് യേശുവിൻ്റെ 2ാം വരവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ അടയാളമായിട്ടാണ് മത്തായി 24 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് യഹൂദ ജാതിയുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒടിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതെല്ലാം ഈ തലമുറയുടെ മേൽ വരേണ്ടതാകുന്നു.
ഈ 3 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ യഹൂദജാതിയുടെ മേൽ വരേണ്ടതാകുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണെങ്കിൽ ഉള്ള കുഴപ്പം എവിടെയെന്നറിയാവോ? നമുക്കൊരു വേദവാക്യം നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യം. അവിടെ കർത്താവിൻ്റെ വരവ്, കർത്താവ് വരുന്നത് ആരാണ് കാണുന്നത്, ആര് കാണുകയില്ല എന്ന് പറയുന്നു. യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ ആരാണ് കാണേണ്ടത്? ശിഷ്യന്മാരാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. 2 വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മത്തായി 13:26. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. മനുഷ്യപുത്രൻ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഏതാ? ആകാശത്ത് നിന്ന് ഒരു അടയാളം ചോദിച്ചവർക്ക് അടയാളം കൊടുക്കാൻ പോവാണ്. AD 70 കൊടുക്കണം. കർത്താവിൻ്റെ പ്രവർത്തന കാലത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഗുരു ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഒരു അടയാളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ യോനായുടെ അടയാളമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. യോനായുടെ അടയാളം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചതിനെക്കുറിച്ച്. യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യഹൂദജാതി യേശുവിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് യഹൂദ ജാതിക്ക് നാശം വരുന്നു. അത് ആകാശത്ത് നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അത് യഹോവയുടെ പ്രതികാര ദിവസമായതുകൊണ്ടാണ് ആകാശത്ത് നിന്ന് തന്നെ വരുന്നത്. അത് അവർ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ശാസ്ത്രിമാരും പരീശന്മാരും ഈ അടയാളം കാണും. ആകാശത്തിൽ കർത്താവിൻ്റെ അടയാളം ശാസ്ത്രിമാരും പരീശന്മാരും കാണും. ഇനി ആരാ കാണിയാലെന്ന് പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസ് 17:22 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ 2ാം വരവാണെങ്കിൽ ശിഷ്യന്മാരല്ലേ ആദ്യം കാണേണ്ടത്. പക്ഷേ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞു. 17:22. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് ശാസ്ത്രിമാരും പരീശന്മാരുമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ശിഷ്യന്മാരല്ലേ കാത്തിരിക്കുന്നത്. പക്ഷേ അവർ കാണുകയില്ല. എന്താ കാണുകയില്ലെന്ന് പറഞ്ഞത്? ഈ പ്രതികാര ദിവസത്തിന് മുമ്പേ ശിഷ്യന്മാരെല്ലാം മരിച്ചു പോകും. പിന്നെ അവർക്ക് കാണാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രതികാര ദിവസം ഉടനെ സംഭവിക്കാനുള്ള കാര്യമാണ്. യേശുവിൻ്റെ 2ാം വരവ് ഇന്ന് 2000 വർഷമായി യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് ഇതുവരെ യേശു വന്നിട്ടില്ല. ഉണ്ടോ? അപ്പം നമ്മൾ വേദപുസ്തകത്തിൻ്റെ വിഷയങ്ങൾ അത് കാലത്തിനനുസരിച്ച് വിചിന്തനം ചെയ്ത് വിഘടിപ്പിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ അബദ്ധങ്ങളൊക്കെ പ്രസംഗിക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഭയം ജനിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നാളെ വരാം. അപ്പോൾ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന്, സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾക്കെല്ലാം നാശമുണ്ട്. അതെല്ലാം ഈ ഭൂമിയിലേക്ക് ഉരുണ്ടു വീണ് ഇവിടെ തീ പിടിച്ച് നശിപ്പിച്ചിട്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കി ഇവിടെ ജീവജാലങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിത്തീരും. ഇന്നിങ്ങനെയുള്ള ദുരുപദേശങ്ങളെല്ലാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് മതനേതാക്കളും പണ്ഡിതന്മാരും ഇവിടുത്തെ ശാസ്ത്ര വീക്ഷണക്കാരും പ്രപഞ്ചം നശിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു. 2060 ഇവിടെ മഹാസംഹാരമുണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 2029 ലോകാവസാനം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളായിന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെല്ലാം ഉത്തരം
തിരുവെഴുത്തുകളിൽ നിന്ന് കണ്ടെത്തണം. അത് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെ പറയാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതൊരു വലിയ വിഷയമാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന പക്ഷം നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടാകും. അതിന് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വിഷയം അവസാനിപ്പിക്കുന്നു.